ഇതൊരു സ്ത്രീയുടെ അസ്ഥികളാണ്. അവരുടെ പ്രായം ഏകദേശം 20-നും 24-നും ഇടയ്ക്കായിരിക്കും. അവൾ തീർച്ചയായും ഒരു തവണയെങ്കിലും പ്രസവിച്ചിട്ടുണ്ടാവണം. അവളൊരു മുടന്തുള്ള സ്ത്രീയായിരിക്കും. ശൈശവത്തിൽ ഒരുപക്ഷെ പോളിയോ ബാധിച്ചതാകാൻ കാരണം. അടിവയറ്റിലേറ്റ വെടിയാണ് മരണകാരണം. വെടിവെച്ച പ്രതി ഉപയോഗിച്ചത് നാടൻ തോക്കുകളൊന്നാണ്. പ്രതി ഏകദേശം 3 അടി ദൂരെ യുവതിയുടെ ഇടതു മാറി നിന്നുകൊണ്ടായിരിക്കണം നിറയൊഴിച്ചത്. വെടിയേറ്റ ഉടൻ അവൾ മരിച്ചിരുന്നില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം വയറ്റിൽ പഴുപ്പ് ബാധിച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. സംഭവം നടന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരിക്കണം. കേട്ടവർ ഒന്ന് ഞെട്ടി. അവർ തരിച്ചു നിൽക്കെ അദ്ദേഹം തുടർന്നു. 3 എല്ലുകളിൽ നിന്നും തെളിഞ്ഞ ഒരു കൊലപാതക രഹസ്യത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. വൈദ്യശാസ്ത്രത്തെ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങളെയും സംശയാസ്പദമായ മരണത്തെയും അതിൻ്റെ കാരണങ്ങളെയുമെല്ലാം വിലയിരുത്തുന്ന ശാസ്ത്രശാഖയാണ് ഫോറൻസിക് മെഡിസിൻ. കുറ്റാന്വേഷണ ശാസ്ത്രത്തിൽ ഇവയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. പലപ്പോഴും ഒരു ചെറിയ ശരീരഭാഗമോ അവശേഷിപ്പോ വെച്ച് കേസിൻ്റെ വഴിത്തിരിവ് സൃഷ്ടിക്കാൻ അവർക്ക് സാധ്യമാകുന്നു. ഫോറൻസിക് മെഡിസിൻ്റെ പ്രാധാന്യം എത്രമാത്രം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരു വലിയ കഥ തന്നെയാണ്. ലോകപ്രശസ്തരായ ഫോറൻസിക് വിദഗ്ധനായ പ്രൊഫസർ സിഡ്നി സ്മിത്ത് തൻ്റെ പ്രസിദ്ധമായ മോസ്റ്റ്ലി മർഡർ എന്ന ആത്മകഥയിൽ ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. പ്രസ്തുത പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായമായ 3 ചെറിയ എല്ലുകൾ 3 സ്മോൾ ബോൺസ് എന്നതിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ നൽകുന്നുണ്ട്. സ്മിത്ത് ഈജിപ്തിൽ മെഡിക്കൽ ലീഗൽ ഉപദേശകനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് ഒരിക്കൽ സ്മിത്തിൻ്റെ ഓഫീസിലേക്ക് ഒരു ദിവസം ഒരു പാക്കറ്റ് എത്തുന്നു. അതിൽ 3 കഷ്ണം എല്ലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈജിപ്തിലെ ഒരു ഗ്രാമത്തിലെ ഒരു പൊട്ടക്കിണർ വൃത്തിയാക്കിയപ്പോൾ ആ നാട്ടിലെ ഗ്രാമവാസികൾക്ക് കിട്ടിയതായിരുന്നു ഈ 3 എല്ലുകൾ. മനുഷ്യരുടെ അസ്ഥിയാണെന്ന് സംശയിച്ചാണ് ഗ്രാമവാസികൾ അത് പോലീസിനെ ഏൽപ്പിച്ചത്. സംശയം തീർക്കാനാണ് പോലീസുകാർ ആ എല്ലുകൾ സ്മിത്തിന് കൈമാറിയത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്മിത്ത് ഇപ്രകാരം പറഞ്ഞു: ഇതൊരു സ്ത്രീയുടെ അസ്ഥികളാണ്. അവരുടെ പ്രായം ഏകദേശം 20-നും 24-നും ഇടയ്ക്കായിരിക്കും. അവൾ തീർച്ചയായും ഒരു തവണയെങ്കിലും പ്രസവിച്ചിട്ടുണ്ടാവണം. അവൾ ഒരു മുടന്തുള്ള സ്ത്രീയായിരിക്കും. ശൈശവത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ പോളിയോ ബാധിച്ചതാകാം ഒരു കാരണം. അടിവയറ്റിലേറ്റ വെടിയാണ് മരണകാരണം. വെടിവെച്ച പ്രതി ഉപയോഗിച്ചത് നാടൻ തോക്കാണ്. പ്രതി ഏകദേശം 3 അടി ദൂരത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നിറയൊഴിച്ചത്. വെടിയേറ്റ ഉടൻ അവൾ മരിച്ചിരുന്നില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം വയറ്റിൽ പഴുപ്പ് ബാധിച്ചാണ് മരണം സംഭവിച്ചത്. സംഭവം നടന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപായിരിക്കണം. സ്മിത്തിന്റെ വിവരണം കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മാനസിക നിലയിൽ എന്തോ കുഴപ്പമുണ്ടെന്നുള്ള മട്ടിൽ പോലീസുകാർ മുഖത്തോട് മുഖം നോക്കി. അദ്ദേഹം പറഞ്ഞത് തികച്ചും അവിശ്വസനീയമായി തോന്നിയെങ്കിലും പ്രശസ്തനായ ഒരു ഫോറൻസിക് സർജന്റെ വാക്കുകളല്ലേ ഇത്, ഒന്ന് നമുക്ക് അന്വേഷിച്ചു നോക്കാം എന്ന മട്ടിൽ പേരിനൊരു അന്വേഷണവും തുടങ്ങി. അദ്ദേഹം പറഞ്ഞ പോലെ ആ പ്രായത്തിലുള്ള ഏതെങ്കിലും സ്ത്രീകളെ ആ നാട്ടിൽ കാണാതായിട്ടുണ്ടോ എന്നായിരുന്നു ആദ്യം അന്വേഷിച്ചത്. എല്ലുകൾ കണ്ടെടുത്ത കിണറ്റിന് അല്പമകലെ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ഒരു യുവതിയെ കുറെ കാലമായി കാണാനില്ലെന്ന് നാട്ടിലെ ചിലർ വിവരം പോലീസിന് നൽകി. അന്വേഷണത്തിൽ ഭർത്താവിനോട് പിണങ്ങി വൃദ്ധനായ പിതാവിനോടൊപ്പം താമസിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയായ യുവതിയെ കുറെ മാസങ്ങളായി കാണാനില്ല എന്ന വിവരം പോലീസിന് അന്വേഷണത്തിൽ നിന്ന് ലഭിച്ചു. പോലീസ് ഉടൻ ആ വൃദ്ധനെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ തന്നെ അയാൾ ഉടൻ കുറ്റസമ്മതം നടത്തി. താൻ മനഃപൂർവ്വം ഒരിക്കലും തൻ്റെ മകളെ കൊന്നിട്ടില്ലെന്നും ഒരു അബദ്ധം സംഭവിച്ചതാണെന്നും പറഞ്ഞു. അയാൾ പൊട്ടിക്കരഞ്ഞു. സംഭവം ഇപ്രകാരമാണ്: മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം അയാൾ തറയിലിരുന്ന് അദ്ദേഹത്തിൻ്റെ പഴയ നാടൻ തോക്ക് വൃത്തിയാക്കുകയായിരുന്നു. എതിരെ മകൾ നിന്ന് അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിറത്തോക്കാണെന്ന് മറന്നതിനാൽ അബദ്ധത്തിൽ വെടിപൊട്ടി. വെടിയുണ്ട മകളുടെ അടിവയറ്റിൽ തറച്ചു കയറി. ഭയം മൂലം ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. വീട്ടിൽ വെച്ച് രഹസ്യമായി ചികിത്സ നൽകിയെങ്കിലും 7-ാം ദിവസം വയറ്റിലെ പഴുപ്പ് കാരണം അവൾ മരണപ്പെട്ടു. ലൈസൻസ് ഇല്ലാത്ത തോക്കായതിനാൽ വിവരം പോലീസിൽ അറിയിക്കാൻ അയാൾക്ക് ഭയമായിരുന്നു. അന്ന് രാത്രി തന്നെ മൃതശരീരം ആരും കാണാത്ത ആ പൊട്ടക്കിണറ്റിലിട്ടു. എന്നാൽ അല്പകാലങ്ങൾക്ക് ശേഷം നാട്ടിലെ ജലക്ഷാമം കാരണം ഗ്രാമവാസികൾ കിണർ വൃത്തിയാക്കാൻ തീരുമാനിക്കുകയുണ്ടായി. അപകടം മനസ്സിലാക്കിയ വൃദ്ധൻ ഒരു രാത്രി രഹസ്യമായി ആ കിണറ്റിലങ്ങിറങ്ങി. പക്ഷേ അപ്പോഴേക്കും ശരീരം ജീർണിച്ച് അസ്ഥിയായിരുന്നു. അസ്ഥികളെല്ലാം പെറുക്കിയെടുത്ത് ഒരു ചാക്കിലാക്കി നൈൽ നദിയിൽ കൊണ്ടുപോയി അയാൾ ഉപേക്ഷിച്ചു. പക്ഷേ രാത്രിയുടെ ഇരുട്ടിൽ
കിണറ്റിൽ നിന്നും വാരിയെടുത്ത അസ്ഥികളിൽ 3 കഷ്ണം കിണറ്റിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഈ 3 എല്ലിൻ കഷ്ണമാണ് കഥയുടെ ആദ്യ ഭാഗത്ത് സ്മിത്തിന്റെ കയ്യിലെത്തിയത്. വൈദ്യശാസ്ത്രത്തിലുള്ള അതീവ പരിജ്ഞാനവും തന്റെ അനുഭവ സമ്പത്തുമായിരുന്നു ബുദ്ധിപൂർവ്വം ഈ കേസ് തെളിയിക്കാൻ അയാളെ ഏറ്റവും ഉപകരിച്ചത്. അതെങ്ങനെ സാധിച്ചു എന്നായിരുന്നു കേട്ടവർ എല്ലാം അന്ന് ചിന്തിച്ചത്. ലഭിച്ച 3 എല്ലുകളും ഇടുപ്പെല്ലിന്റെ ഭാഗമായിരുന്നു. ലിംഗനിർണയത്തിന് ഏറ്റവും യോജിച്ച ഭാഗം ഇടുപ്പല്ലാണ്. അതുകൊണ്ട് മരണപ്പെട്ടത് ഒരു സ്ത്രീയാണെന്ന് അദ്ദേഹത്തിന് നിസ്സംശയം പറയാൻ സാധിച്ചു. ഗർഭാവസ്ഥയും പ്രസവവും ഇടുപ്പെല്ലിന്റെ പല മാറ്റങ്ങളും വരുത്തുന്നു. ഇടുപ്പെല്ലിനകത്തൂടെയാണ് കുഞ്ഞ് കടന്നു വരുന്നത്. ഇടുപ്പെല്ല് നന്നായി വികസിച്ചാൽ മാത്രമേ കുഞ്ഞിന് സുഗമമായി പുറത്തു വരാൻ സാധിക്കൂ. ഇടുപ്പെല്ലും കുഞ്ഞിന്റെ തലയുടെ വലിപ്പവും യോജിക്കുന്നില്ലെങ്കിൽ കുഞ്ഞിന്റെ ജീവൻ തന്നെ അപകടത്തിലായേക്കാം. ഈ അവസ്ഥയെ CPD എന്ന് അറിയപ്പെടുന്നു. സിസേറിയൻ അനിവാര്യമായി വരുന്ന സന്ദർഭങ്ങളിലൊന്നാണിത്. ചുരുക്കത്തിൽ ഗർഭാവസ്ഥയിൽ ഗർഭപാത്രം വികസിക്കുമ്പോൾ ഇടുപ്പല്ലിന്റെ ഭാഗത്ത് ചെറിയ സുഷിരങ്ങൾ കാണപ്പെടും. പാർട്ടുറീഷൻ പിറ്റ്സ് എന്നാണ് ഇതെല്ലാം അറിയപ്പെടുന്നത്. ഇതിൽ നിന്നാണ് മരണപ്പെട്ട യുവതി ഒരു തവണയെങ്കിലും പ്രസവിച്ചിട്ടുണ്ടെന്ന നിഗമനത്തിൽ അദ്ദേഹം എത്തിച്ചേരുന്നത്. കിട്ടിയ അസ്ഥിയിൽ വലത് ഇടുപ്പല്ല് ഇടതിനേക്കാൾ അല്പം വലുതായിരുന്നു. വലത് തുടയിലും ഇടുപ്പല്ലും ചേരുന്ന സന്ധി വലുതായിരുന്നു. ഇടത് കാലിന് നീളക്കുറവുള്ളപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ശരീരത്തിന്റെ മുഴുവൻ ഭാരവും വലത് കാലിന് താങ്ങേണ്ടി വരുമ്പോൾ ആ വശത്തെ സന്ധി അങ്ങനെ വലുതാകും. ഈ ലക്ഷണങ്ങളാണ് യുവതിക്ക് മുടന്നുണ്ടെന്നുള്ള നിഗമനത്തിലേക്ക് അയാൾക്ക് എത്താൻ കാരണമായത്. ശൈശവത്തിൽ പോളിയോ ബാധിക്കുന്നവർക്കാണല്ലോ കാലുകൾ ശോഷിക്കുന്നതും മുടന്നുണ്ടാകുന്നതും. ഇടുപ്പല്ലിന്റെ വേറെ ഒരു ഭാഗത്ത് വെടിയുണ്ട കൊണ്ട ഒരു ചാലുണ്ടായിരുന്നു. അവിടെ എല്ലിൽ പഴുപ്പ് ബാധിച്ച ലക്ഷണമുണ്ടായിരുന്നു. വെടിയുണ്ടകൾ തമ്മിലുള്ള അകലത്തിൽ നിന്നും വെടിവെച്ച അകലം കണക്കാക്കി അത് എന്താണെന്നും മനസ്സിലാക്കാൻ സാധിക്കും. വെടിവെപ്പിനെയും അതിൻ്റെ ഫലങ്ങളെയും വിലയിരുത്തുന്ന ശാസ്ത്ര ശാഖയാണ് ബലിസ്റ്റിക്സ്. തോക്കിൻ കുഴലിലൂടെ വെടിയോടൊപ്പം ബഹിർഗമിക്കുന്ന വസ്തുക്കൾ വെടി കൊണ്ടയാളുടെ ശരീരത്തിൽ പ്രത്യേകതരം വലയങ്ങൾ സൃഷ്ടിക്കും. വിവിധ തരത്തിലുള്ള ഈ വലയങ്ങളുടെ സൂക്ഷ്മ പരിശോധനയിൽ നിന്നും വെടിവെച്ച അകലം കൃത്യമായി മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നു. ഇടുപ്പല്ലിൽ വെടിയുണ്ട തറച്ച ദിശ മനസ്സിലാക്കിയപ്പോൾ ആ സ്ത്രീ നിൽക്കുമ്പോഴാണ് വെടിയേറ്റതെന്ന് മനസ്സിലാക്കാൻ അയാൾക്കങ്ങനെ സാധ്യമായി. പഴുപ്പ് ബാധിച്ച ഭാഗം മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ചപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചതിൽ നിന്നും യുവതി വെടിയേറ്റ ശേഷം ഒരാഴ്ച ജീവിച്ചിരിക്കണം എന്ന് ഊഹിക്കാൻ അയാൾക്ക് സാധിച്ചു. സൂക്ഷ്മ പരിശോധനയിൽ എല്ലുകളിൽ അപ്പോഴും കുറച്ച് മാംസം പൊട്ടിയിരുന്നതിനാൽ മരണം സംഭവിച്ചിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ 3 എല്ലുകളിൽ നിന്നും ഒരു കൊലപാതകത്തിൻ്റെ തുമ്പ് അദ്ദേഹം കണ്ടെത്തുകയായിരുന്നു.